ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് LDC പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ഹോട്ട് ടോപ്പിക്സും അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആണ്. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് കഴിഞ്ഞ തവണത്തെ LDCയിലൊക്കെ വന്നതൊക്കെ നമ്മൾ പിക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ PDF പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആർട്ടോക്സ് PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ റോഷൻ സാറാണ്. അപ്പോൾ സാറിൻ്റെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഇതുപോലുള്ള PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ട് കിട്ടും. സാറിൻ്റെ ലൈവ് ക്ലാസ്സും രാത്രി ഫ്രീ ആയിട്ടുണ്ട്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്ലാസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചാണ് ആദ്യം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ വർഷം 1990 കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ വർഷം. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളൊരു റിവിഷൻ മെത്തേഡിൽ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി ഈ ടോപ്പിക്ക് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ ഈ ആൻസർ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ വർഷം 1990. കേരള വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് 1995 സെപ്റ്റംബർ 15. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം 1995 ഡിസംബർ മാസം 1-ാം തീയതി. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് തുടങ്ങി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ കമ്മീഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽഡ് ആയി നോക്കി വെക്കണം, പ്രത്യേകിച്ച് അവർ സ്ഥാപിക്കപ്പെട്ട ഡേറ്റുകളൊക്കെ. കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ വർഷം 1990. വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ച വർഷം 95 സെപ്റ്റംബർ 15. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം 1995 ഡിസംബർ മാസം 1-ാം തീയതി. ഇനി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് മാസം 14-നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1996 മാർച്ച് മാസം 14-നാണ്. സംസ്ഥാന കമ്മീഷൻ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതാരാണ്? അത് KR ഗൗരിയമ്മയാണ്. ഓക്കെ, സംസ്ഥാന കമ്മീഷൻ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് KR ഗൗരിയമ്മ. സാമൂഹ്യ ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാരാണ്? അത് KR ഗൗരിയമ്മയാണ്. ഓക്കെ, സാമൂഹ്യ ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് KR ഗൗരിയമ്മയാണ്. 2 പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. 2 പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി 5 വർഷമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ 2ാമത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ സംസ്ഥാന കമ്മീഷന്റെ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതും അതിന് കമ്മീഷൻ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈ എടുത്തവരാണ്? അത് KR ഗൗരിയമ്മയാണ്. അപ്പോൾ 2 പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഓക്കെ, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി 5 വർഷമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ 2ാമത്തെ അധ്യക്ഷ ജസ്റ്റിസ് D ശ്രീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാൻ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കണമെങ്കിൽ ഇവിടെ ഫീസ് ഇല്ല. സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5 പേരാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. അല്ലെ, സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളെയും അധ്യക്ഷയെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളെയും അധ്യക്ഷനെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? നിയമിക്കുന്ന ആൾക്ക് തന്നെയാണ് ഇവിടെ അധികാരമുള്ളത്. എന്നാൽ എല്ലാ കേസിലും അങ്ങനെയല്ല, നമുക്കറിയാം. പ്രസിഡന്റിന് മാത്രം അധികാരമുള്ളതും ഗവർണർക്ക് മാത്രം അധികാരമുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വെച്ചാൽ അത് മെമ്പർ സെക്രട്ടറിയാണ്. ഇത് സ്റ്റേറ്റ്മെന്റിലൊക്കെ നല്ല ആൻസർ ഉണ്ട്, വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറിയാണ്. കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 1996 മാർച്ച് മാസം 14-നാണ്. ഓക്കെ, കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1996 മാർച്ച് മാസം 14. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? അത് സ്ത്രീ ശക്തിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം വരുന്നത് സ്ത്രീ ശക്തിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം വരുന്നത് സ്ത്രീ ശക്തിയാണ്. അപ്പോൾ വനിതാ കമ്മീഷൻ LDCയിൽ ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉള്ള ഏരിയയാണ്. ഇപ്പം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ അല്പം സ്പീഡിൽ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ഈ ആൻസർ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം.
നോക്കുക. അടുത്ത് വരുന്നത് കവികളും അപരനാമങ്ങളുമാണ്. കവികളും അപരനാമങ്ങളുമാണ്. ഋതുക്കളുടെ കവി എന്ന് പറയുന്ന ആരാണ്? ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി എന്ന് പറയുന്നത് ചെറുശ്ശേരിയാണ്. വിഷാദത്തിന്റെ കവയിത്രി എന്ന് പറയുന്നത് സുഗതകുമാരിയാണ്. വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരി. വിഷാദത്തിന്റെ കവി ആരാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള. വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരി. വിഷാദത്തിന്റെ കഥാകാരി ആരാണ്? അത് രാജലക്ഷ്മിയാണ്. വിഷാദത്തിന്റെ കഥാകാരി എന്ന് പറയുന്നത് രാജലക്ഷ്മിയാണ്. വിഷാദത്തിന്റെ കഥാകാരി എന്ന് പറയുന്നത് രാജലക്ഷ്മിയാണ്. സ്പർശിച്ച് ആസ്വദിക്കാവുന്ന കവിതകളുടെ കവി എന്ന് പറയുന്നത് സുഗതകുമാരിയാണ്. സ്പർശിച്ച് ആസ്വദിക്കാവുന്ന കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. നിളയുടെ കവി PSC റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിളയുടെ കവി ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ ആരാണ്? വള്ളത്തോളാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഇടശ്ശേരിയാണ്. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ഋതുക്കളുടെ കവി എന്ന് പറയുന്നത് ചെറുശ്ശേരിയാണ്. വിഷാദത്തിന്റെ കവിയത്രി സുഗതകുമാരിയാണ്. വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മിയാണ്. സ്പർശിച്ച് ആസ്വദിക്കാവുന്ന കവിതകളുടെ കവി സുഗതകുമാരിയാണ്. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ വള്ളത്തോളാണ്. ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മലയാളത്തിലെ പ്രകൃതിയുടെ കവി ഇടശ്ശേരിയാണ്. അപ്പൊ അടുത്തത് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. PSCയുടെ PYQ ആണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കവിത ചാട്ടവാറാക്കിയ കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാറാണ്. കവിത ചാട്ടവാറാക്കിയ കവി എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. സരസ്വത കവി കിരീടമണി എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഓക്കെ, സരസ്വത കവി കിരീടമണി എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. സരസ ഗായക കവിമണി എന്നറിയപ്പെടുന്നത് KC കേശവപിള്ളിയാണ്. സരസ ഗായക കവിമണി എന്നറിയപ്പെടുന്നത് KC കേശവപിള്ളിയാണ്. ഓക്കെ, വെൺമണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. വെൺമണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വെൺമണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഉള്ളൂരാണ്. ഓക്കെ, ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. മലയാളത്തിലെ ദാർശനിക കവി ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. മലയാളത്തിലെ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. മലയാളത്തിലെ ദാർശനിക കവി G ശങ്കരക്കുറുപ്പാണ്. ആധുനിക മലയാള കവിതയുടെ വക്താവ് ആരാണ്? അയ്യപ്പ പണിക്കറാണ്. ആധുനിക മലയാള കവിതയുടെ വക്താവ് എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കറാണ്. സോ നമുക്കൊന്നും കൂടി നോക്കാം. ശബ്ദസുന്ദരൻ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാറാണ്. സരസ്വത കവി കിരീടമണി എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. സരസ ഗായക കവിമണി എന്നറിയപ്പെടുന്നത് KC കേശവപിള്ളിയാണ്. വെൺമണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി വള്ളത്തോൾ നാരായണ മേനോനാണ്. ഉജ്ജ്വല ശബ്ദാഢ്യൻ അറിയപ്പെടുന്നത് ഉള്ളൂരാണ്. എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. മലയാളത്തിലെ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. ആധുനിക മലയാള കവിതയുടെ വക്താവ് എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കറാണ്. ഓക്കെ, അടുത്തതായിട്ട് ജില്ലകളും കലാരൂപങ്ങളും നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണത്തെ പരീക്ഷകൾക്കും 10th മെയിൻസിനടക്കം ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതിങ്ങനത്തെ ടോപ്പിക്കുകളാണ് നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പൊ ഏത് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്? PSC ഓൾറെഡി ചോദിച്ചതാണ്. ഏത് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്? വയനാട് ജില്ലയിലാണ്. ഓക്കെ, വയനാട് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്. ആലന്മാല നാടകം പ്രചാരണത്തിലുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ പാലക്കാട്. ആലന്മാല നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാടാണ്. ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ എന്ന് പറയുന്നത് കണ്ണൂരും കാസർഗോഡുമാണ്. ഓക്കെ, ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ കണ്ണൂരും കാസർഗോഡുമാണ്. അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ തൃശ്ശൂർ പാലക്കാടാണ്. അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ തൃശ്ശൂർ പാലക്കാടാണ്. തിറ പ്രചാരത്തിലുള്ള ജില്ലകൾ എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. ഓക്കെ, തിറ പ്രചാരത്തിലുള്ള ജില്ലകൾ കണ്ണൂരാണ്. അപ്പോൾ ഏത് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്? വയനാടാണ്. ആലന്മാല നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാടാണ്. ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ കണ്ണൂർ കാസർഗോഡാണ്. അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ തൃശ്ശൂർ പാലക്കാടാണ്. തിറ പ്രചാരത്തിലുള്ള ജില്ലകൾ എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഇനി അടുത്തത് പാണക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ എന്ന് പറയുമ്പോൾ മലപ്പുറം പാലക്കാടാണ്. ഓക്കെ, പാണക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ മലപ്പുറം പാലക്കാടാണ്. പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? പാലക്കാടാണ്. പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാടാണ്. സോ പാണക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ മലപ്പുറവും പാലക്കാടുമാണ്. പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ള ജില്ലകൾ പാലക്കാടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര മാത്രമേ പഠിക്കുന്നുള്ളൂ. 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ഹോട്ട് ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ടോപ്പിക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത പാർട്ട് ഉടനെ ചെയ്യാം, അതിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ PDF നിങ്ങൾ ഡെയിലി ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ഡെയിലി നിങ്ങൾക്ക് PDF കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആർട്ട് ഓഫ് PSC എന്ന ചാനൽ നിങ്ങൾ കാണുക, അതിൻ്റെ ലൈവ് ക്ലാസ് കാണുക.
അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലത്തെ PDF ക്ലാസ്സുകളും PSC അറിയിപ്പുകളൊക്കെ ആയിട്ട് വീണ്ടും എത്താം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കട്ട് ഓഫ് പ്ലസ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്